നമസ്കാരം. എല്ലാവർക്കും ന്യൂജൻ ടീച്ചർ യൂട്യൂബ് ചാനലിൻ്റെ LP-UP അസിസ്റ്റൻറ്റ് ഫ്രീ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. LPSA എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അങ്ങനെ ഓർമ്മയിലില്ലാത്തവ വീണ്ടും ഓർത്തെടുക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു LPSA മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. LPSA മോക്ക് ടെസ്റ്റ് നമ്മൾ ശരിക്കുള്ള പരീക്ഷ ഒറിജിനൽ കേരള PSCയുടെ പരീക്ഷയുടെ അതേ സിലബസ് വെച്ച് ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഒറിജിനൽ പരീക്ഷ എഴുതുന്ന അതേ സീരിയസ്നെസ്സോടെ കറക്റ്റ് 75 മിനിറ്റ് എടുത്ത് നിങ്ങൾ ഈ പരീക്ഷ ചെയ്യാൻ ശ്രമിക്കുക. 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 75 മിനിറ്റ്. ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാലും സമയം തരുന്നില്ല എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വേണ്ട സമയമെടുത്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, നേരിട്ട് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ്, 75 മിനിറ്റ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ്? A ചെമ്മണ്ണ്, B ലാറ്ററൈറ്റ് മണ്ണ്, C കറുത്ത മണ്ണ്, D പർവ്വത മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ: ശിരുവാണി ഏതു നദിയുടെ പോഷക നദിയാണ്? A ഭാരതപ്പുഴ, B കബനി, C ചാലിയാർ, D ഭവാനി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? A മക്മോഹൻ രേഖ, B റാഡ്ക്ലിഫ് രേഖ, C ഡ്യൂറൻ രേഖ, D പാക് കടലിടുക്ക്. അടുത്തത്: ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? A ഗോവ, B ത്രിപുര, C മിസോറാം, D പഞ്ചാബ്. അഞ്ചാമത്തെ: രഥസഭ ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? A തായ്ലൻഡ്, B നേപ്പാൾ, C ഭൂട്ടാൻ, D ഇന്തോനേഷ്യ. അടുത്തത്: ഇന്ത്യയിലെ പ്രഥമ ചീഫ് ഡിഫൻസ് ഓഫീസറായി നിയമിതനായത് ആര്? A BS ധനോവ, B ബിപിൻ റാവത്ത്, C AK സിംഗ്, D മനോജ് നരവനെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? A കവരത്തി, B ആന്ത്രോത്ത്, C മിനിക്കോയ്, D മഹായ്. 8. സഞ്ജിത ചാനു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? A ബോക്സിംഗ്, B ഭാരോദ്വഹനം, C ഗുസ്തി, D ടേബിൾ ടെന്നീസ്. 9. കോവിഡ് സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട തിരിച്ചെത്തിയ പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? A ഡ്രീം കേരള, B സ്നേഹക്കൂട്, C ആശ്രയ, D സാന്ത്വനം. 10ാമത്തെ ക്വസ്റ്റ്യൻ: 55ാം ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? A അമിതാവ് ഘോഷ്, B അക്കിത്തം അച്യുതൻ നമ്പൂതിരി, C ലീലാധർ ജഗൂട്ടി, D അജയ് ശർമ്മ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇനി അങ്ങോട്ട് കണക്കിലെ ചോദ്യങ്ങളാണ്, 20 എണ്ണം. 3.25ൻ്റെ ശതമാന രൂപം എത്ര? A 32.5%, B 3250%, C 325%, D 0.325%. 12ാമത്തെ ക്വസ്റ്റ്യൻ: ഒരാൾ 30,000 രൂപ വിലയുള്ള ഒരു മേശ 27,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര? A 5%, B 10%, C 20%, D 30%. 13ാമത്തെ ക്വസ്റ്റ്യൻ: ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? A 20.5, B 25, C 0.12, D 15. 14ാമത്തെ ക്വസ്റ്റ്യൻ: 500 രൂപയ്ക്ക് 2 വർഷം കൊണ്ട് 100 രൂപ പലിശ ലഭിച്ചാൽ പലിശ നിരക്ക് എത്ര? A 5%, B 12%, C 8%, D 10%. 15ാമത്തെ ക്വസ്റ്റ്യൻ: ഡിസംബർ 3-ാം തീയതി തിങ്കളാഴ്ചയായാൽ തൊട്ടടുത്ത വർഷം ജനുവരി 1 ഏതാഴ്ചയായിരിക്കും? A ഞായർ, B തിങ്കൾ, C ചൊവ്വ, D വ്യാഴം. 16ാമത്തെ ക്വസ്റ്റ്യൻ: ഒരു വാഹനം ആദ്യത്തെ 4 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും അടുത്ത 4 മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിലും അടുത്ത 2 മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു. വാഹനത്തിൻ്റെ ശരാശരി വേഗത എത്ര? A 60, B 70, C 66, D 64. 17ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്ത സംഖ്യകളിൽ ഏറ്റവും വലുത് ഏത്? A 0.05, B 0.0505, C
0.505, ഡി 0.5. 18ാമത്തെ ക്വസ്റ്റ്യൻ. 14 വിദ്യാർത്ഥികളെ അമ്മമാർ സ്കൂൾ പ്രവേശനത്തിന് കൊണ്ടുവന്നു. 2 പേർ സഹോദരന്മാരാണ്. കൂടാതെ ഒരു സഹോദരനും 2 സഹോദരിമാരുമുണ്ട്. ബാക്കിയുള്ളവർ സഹോദരങ്ങളല്ല. എങ്കിൽ എത്ര അമ്മമാരുണ്ട്? എ 11, ബി 9, സി 10, ഡി 8. 19ാമത്തെ ക്വസ്റ്റ്യൻ. 72 പേരുള്ള ഒരു ക്യൂ. ജയൻ പിന്നിൽ നിന്ന് 12ാമത്തെ ആളാണ്. 72 പേരുള്ള ഒരു ക്യൂവിൽ ജയൻ പിന്നിൽ നിന്ന് 12ാമത്തെ ആളാണ്. എങ്കിൽ മുന്നിൽ നിന്ന് എത്രാമത്തെ ആളാണ്? എ 60, ബി 59, സി 61, ഡി ഇതൊന്നുമല്ല. 20ാമത്തെ ക്വസ്റ്റ്യൻ. അച്ഛന് മകനേക്കാൾ 24 വയസ്സുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? എ 24, ബി 25, സി 21, ഡി 22. 21ാമത്തെ ക്വസ്റ്റ്യൻ. സമയം 9:30. ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര? എ 5:30, ബി 1:30, സി 4:30, ഡി 2:30. 22ാമത്തെ ക്വസ്റ്റ്യൻ. 5, 20, 40 സംഖ്യകളുടെ ലസാഗു കാണുക. എ 40, ബി 60, സി 30, ഡി 50. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ. 2.75, 0.03, 1.56 ഇവയെല്ലാത്തിൻ്റെയും കൂടി തുക എത്രയാണ്? എ 4.34, ബി 2.909, സി 0.434, ഡി 2.936. 24ാമത്തെ ക്വസ്റ്റ്യൻ. 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിൻ്റെ വ്യാപ്തം എന്ത്? 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിൻ്റെ വ്യാപ്തം എന്ത്? എ 64, ബി 44, സി 74, ഡി 84 സെൻറ്റിമീറ്റർ ക്യൂബിൽ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികർണങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ത്? എ 8 സെൻറ്റിമീറ്റർ, ബി 10 സെൻറ്റിമീറ്റർ, സി 5 സെൻറ്റിമീറ്റർ, ഡി 3 സെൻറ്റിമീറ്റർ. നിങ്ങൾ ആവശ്യമായ ക്വസ്റ്റ്യൻ്റെ സ്ഥലത്ത് വീഡിയോ പോസ് ചെയ്ത ശേഷം ഉത്തരങ്ങൾ എഴുതി ശ്രമിക്കുക. 26ാമത്തെ ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി അതേ ജോലി 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. 330 രൂപ കൂലിയായി ലഭിച്ചെങ്കിൽ എക്ക് കിട്ടുന്ന വിഹിതം എത്ര? എ 200, ബി 150, സി 250, ഡി 300. 27ാമത്തെ ക്വസ്റ്റ്യൻ. 38, x 66 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര? എ 50, ബി 42, സി 52, ഡി 16. 28ാമത്തെ ക്വസ്റ്റ്യൻ. തുല്യ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള രൂപം ഏതാണ്? തുല്യ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും അധികം വിസ്തീർണമുള്ള രൂപം ഏതാണ്? എ ചതുരം, ബി സമചതുരം, സി സാമാന്തരികം, ഡി സമഭുജ സാമാന്തരികം. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പവൻ എത്ര ഗ്രാം ആണ്? എ 7 ഗ്രാം, ബി 8 ഗ്രാം, സി 6 ഗ്രാം, ഡി എ ഗ്രാം എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ 5 ഗ്രാം എന്നാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഡി 5 ഗ്രാം. ഒന്ന് ശ്രദ്ധിക്കുക. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. മാത്സ് വിഭാഗത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണിത്. ഒരു ശ്രേണിയാണ്. 1, 1, 2, 3, 5, 8. അതിലടുത്ത പദം ഏതാണെന്നാണ്. എ 10, ബി 13, സി 14, ഡി 9. ഇതോടെ മാത്സ് ക്വസ്റ്റ്യൻസ് തീർന്നു. ഇനി നമ്മൾ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കുന്നത്. സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് 30 എണ്ണം ഉണ്ടാവും. അതിനുശേഷം 20 സയൻസ് ക്വസ്റ്റ്യൻസ്. അപ്പം 31ാമത്തെ ക്വസ്റ്റ്യൻ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്ത് രൂപപ്പെട്ട സംസ്കാരം ഏത്? എ സിന്ധു നദീതട സംസ്കാരം, ബി മെസപ്പൊട്ടോമിയൻ സംസ്കാരം, സി ചൈനീസ് സംസ്കാരം, ഡി ഈജിപ്ഷ്യൻ സംസ്കാരം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്ത് രൂപപ്പെട്ട സംസ്കാരം ഏത്? അടുത്ത ക്വസ്റ്റ്യൻ 32ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രാൻഡ് ബങ്ക്സ് കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ്?
എ ഇന്ത്യൻ മഹാസമുദ്രം, ബി പസഫിക് സമുദ്രം, സി അറ്റ്ലാന്റിക് സമുദ്രം, ഡി ആർട്ടിക് സമുദ്രം. അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ക്വസ്റ്റ്യൻ. ഡൽഹിയിലെ മെഹ്റൗളിയിൽ ഇരുമ്പ് തൂൺ സ്ഥാപിച്ചത് ആര്? എ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, ബി സമുദ്രഗുപ്തൻ, സി അശോകൻ, ഡി അജാത ശത്രു. അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ക്വസ്റ്റ്യൻ. കലഹാരി മരുഭൂമി കാണപ്പെടുന്ന വൻകര ഏത്? എ ഏഷ്യ, ബി ആഫ്രിക്ക, സി തെക്കേ അമേരിക്ക, ഡി ഓസ്ട്രേലിയ. 34ാമത്തെ ക്വസ്റ്റ്യൻ. ആര്യ സമാജം സ്ഥാപിച്ചത് ആര്? എ രാജാറാം മോഹൻ റോയ്, ബി സ്വാമി ദയാനന്ദ സരസ്വതി, സി വീരേശലിംഗം, ഡി ഗാന്ധിജി. 35ാമത്തെ ക്വസ്റ്റ്യൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ച വ്യക്തി ആര്? എ ഗാന്ധിജി, ബി ബാലഗംഗാധര തിലകൻ, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി ജവഹർലാൽ നെഹ്റു. 36ാമത്തെ ക്വസ്റ്റ്യൻ. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? എ വൈകുണ്ഠസ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, സി സഹോദരൻ അയ്യപ്പൻ, ഡി കെ കേളപ്പൻ. 37ാമത്തെ ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഇതിൽ ഓപ്ഷൻസ് രേഖപ്പെടുത്തിയിട്ടില്ല, അപ്പം എ ബി സി ഡി എന്ന ക്രമത്തിൽ തന്നെ താഴ്ത്തോട്ട്. എ 1921, ബി 1919, സി 1920, ഡി 1918. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. 38ാമത്തെ ക്വസ്റ്റ്യൻ. മാനവികതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ ദാന്തെ, ബി ബൊക്കാച്ചിയോ, സി പെട്രാർക്ക്, ഡി തോമസ് മുർ. മാനവികതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആര്? എ കുമാര ഗുരുദേവൻ, ബി ചാവറയച്ചൻ, സി ബാൻ റീഡ്, ഡി അയ്യങ്കാളി. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആര്? 40ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? എ അംബേദ്കർ, ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി സച്ചിദാനന്ദ സിൻഹ, ഡി ബി എൻ റാവു. 41ാമത്തെ ക്വസ്റ്റ്യൻ. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി? എ 85ാം ഭേദഗതി, ബി 61ാം ഭേദഗതി, സി 44ാം ഭേദഗതി, ഡി 52ാം ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി ഏതെന്നാണ് ചോദ്യം. 42ാമത്തെ ചോദ്യം. ശകവർഷം ആരംഭിച്ച വർഷം? എ CE 28, ബി CE 78, സി CE 70, ഡി CE 65. 43ാമത്തെ ചോദ്യം. മുദ്ര രാക്ഷസം എഴുതിയ വ്യക്തി ആര്? എ ശൂദ്രകൻ, ബി വിശാഖദത്തൻ, സി വരാഹമിഹിരൻ, ഡി അമരസിംഹൻ. മുദ്രാരാക്ഷസം എഴുതിയ വ്യക്തി ആര് എന്നാണ് ക്വസ്റ്റ്യൻ. 44ാമത്തെ ചോദ്യം. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? എ ട്രോപ്പോസ്ഫിയർ, ബി സ്ട്രാറ്റോസ്ഫിയർ, സി മിസോസ്ഫിയർ, ഡി തെർമോസ്ഫിയർ. ഏതിലാണ് ഓസോൺ പാളി കാണപ്പെടുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? 45ാമത്തെ ക്വസ്റ്റ്യൻ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞതാര്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞതാര്? എ ഗാന്ധിജി, ബി മഹാനോബിൾസ്, സി ഗാഡ്ഗിൽ, ഡി നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ 46ാമത്തെ ക്വസ്റ്റ്യൻ. കേരള മോഡൽ വികസനം എന്നറിയപ്പെടുന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ്? കേരള മോഡൽ വികസനം എന്നറിയപ്പെടുന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ്? എ 10ാം പഞ്ചവത്സര പദ്ധതി, ബി 8ാം പഞ്ചവത്സര പദ്ധതി, സി 12ാം പഞ്ചവത്സര പദ്ധതി, ഡി 6ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ 47ാമത്തെ ക്വസ്റ്റ്യൻ. സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ല? എ കൊല്ലം, ബി കാസർഗോഡ്, സി വയനാട്, ഡി
പത്തനംതിട്ട. സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ 48ാമത്തെ ക്വസ്റ്റ്യൻ. ക്യൂണിഫോം ലിപി ഏതു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിഫോം ലിപി ഏത് നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. സിന്ധു നദീതട സംസ്കാരം, ബി. മെസപ്പൊട്ടോമിയൻ സംസ്കാരം, സി. ഈജിപ്ഷ്യൻ സംസ്കാരം, ഡി. ചൈനീസ് സംസ്കാരം. ക്യൂണിഫോം ലിപി ഏത് നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ക്വസ്റ്റ്യൻ 49ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെൻറ്റ് വർഷത്തിൽ എത്ര തവണ ചേരുന്നു? എ. 4 തവണ, ബി. 3 തവണ, സി. 2 തവണ, ഡി. 5 തവണ. ഇന്ത്യൻ പാർലമെൻറ്റ് വർഷത്തിൽ എത്ര തവണ ചേരുന്നു? 50ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? എ. എച്ച് ജെ കനിയ, ബി. എച്ച് എം ഹിദായത്തുള്ള, സി. നന്ദലാൽ സാഹ്നി, ഡി. ജഗദീഷ് ചന്ദ്ര മുർമു. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 51ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? എ. 6, ബി. 10, സി. 4, ഡി. 7. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? 52ാമത്തെ ക്വസ്റ്റ്യൻ. വീരശൈവ പ്രസ്ഥാനം രൂപം കൊണ്ട സംസ്ഥാനം? വീരശൈവ പ്രസ്ഥാനം രൂപം കൊണ്ട സംസ്ഥാനം? എ. തമിഴ്നാട്, ബി. മഹാരാഷ്ട്ര, സി. ആന്ധ്രാപ്രദേശ്, ഡി. കർണാടക. വീരശൈവ പ്രസ്ഥാനം രൂപം കൊണ്ട സംസ്ഥാനം ഏത്? അടുത്ത ക്വസ്റ്റ്യൻ 53ാമത്തെ ക്വസ്റ്റ്യൻ. ലോക വൃദ്ധദിനം എന്ന്? ലോക വൃദ്ധദിനം എന്ന്? എ. ഒക്ടോബർ 15, ബി. ജൂലൈ 5, സി. ഓഗസ്റ്റ് 26, ഡി. ഒക്ടോബർ 1. ലോക വൃദ്ധദിനം. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. ഇരുണ്ട മഴമേഘങ്ങൾ അറിയപ്പെടുന്ന പേര്? ഇരുണ്ട മഴമേഘങ്ങൾ അറിയപ്പെടുന്ന പേര്? എ. സിറസ് മേഘങ്ങൾ, ബി. സ്ട്രാറ്റസ് മേഘങ്ങൾ, സി. നിംബസ് മേഘങ്ങൾ, ഡി. ക്യുമുലസ് മേഘങ്ങൾ. ഇരുണ്ട മഴമേഘങ്ങൾ അറിയപ്പെടുന്ന പേര്. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ. വൻകര വിസ്ഥാപന സിദ്ധാന്തം രൂപീകരിച്ചത് ആര്? എ. ജോൺ കാബട്ട്, ബി. ചാൾസ് ഡാർവിൻ, സി. ജെയിംസ് ഹർഗ്രീവ്സ്, ഡി. ആൽഫ്രഡ് വേഗ്നർ. വൻകര വിസ്ഥാപന സിദ്ധാന്തം രൂപീകരിച്ചത് ആര്? 56ാമത്തെ ക്വസ്റ്റ്യൻ. മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകൾ അറിയപ്പെടുന്ന പേര്? എ. യു രൂപ താഴ്വരകൾ, ബി. ബർക്കനുകൾ, സി. സിർക്കുകൾ, ഡി. ക്ലിഫുകൾ. മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകൾ അറിയപ്പെടുന്ന പേര്. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. സൂററ്റ് ഏതു നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു? എ. യമുന, ബി. താപ്തി, സി. ഗംഗ, ഡി. കൃഷ്ണ. സൂററ്റ് ഏതു നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു? ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂപടങ്ങളിൽ കൃഷിഭൂമിയെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന നിറമേത്? എ. പച്ച, ബി. തവിട്ട്, സി. മഞ്ഞ, ഡി. നീല. ഭൂപടങ്ങളിൽ കൃഷിഭൂമിയെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന നിറം. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ. സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? എ. വാണിജ്യവാദം, ബി. പശ്ചിമവാദം, സി. ധ്രുവീയവാദം, ഡി. ചക്രവാദം. ഏതാണ് സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്? അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആര്? എ. വില്യം ജോൺസ്, ബി. രാജാറാം മോഹൻ റോയ്, സി. വാറൻ ഹേസ്റ്റിംഗ്, ഡി. ഡി. കെ. കാർവേ. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചതാര്? 61ാമത്തെ ക്വസ്റ്റ്യൻ. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? ഇനി 60 മുതൽ 80 വരെ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏത്? എ. ലൈസോസോം, ബി. ഗോൾഗി കോംപ്ലക്സ്, സി. മൈറ്റോകോൺട്രിയ, ഡി. റൈബോസോം. 62ാമത്തെ ക്വസ്റ്റ്യൻ. ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയ്ക്ക് പറയുന്ന പേരെന്ത്? എ. ഡക്റ്റിലിറ്റി, ബി. സൊണോറിറ്റി, സി. മാലിയബിലിറ്റി, ഡി. സൂപ്പർ ഫ്ലൂയിഡിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയ്ക്ക് പറയുന്ന പേരെന്ത്? 63ാമത്തെ ക്വസ്റ്റ്യൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏത്?
എ ഓക്സിജൻ, ബി നൈട്രജൻ, സി ബ്യൂട്ടീൻ, ഡി മീഥെയ്ൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏത്? 64-ാമത്തെ ക്വസ്റ്റ്യൻ. പാരമ്പര്യ രോഗത്തിന് ഉദാഹരണമാണ് എ കുഷ്ഠം, ബി ഗൊണേറിയ, സി ക്ഷയം, ഡി ഹീമോഫീലിയ. പാരമ്പര്യ രോഗത്തിന് ഉദാഹരണമാണ് ഏത്? 65. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? എ കോൺകേവ് ദർപ്പണം, ബി കോൺവെക്സ് ദർപ്പണം, സി സമതല ദർപ്പണം, ഡി ബൈ കോൺകേവ് ദർപ്പണം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം. 66-ാമത്തെ ക്വസ്റ്റ്യൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? എ അഡിഷൻ ബലം, ബി കൊഹിഷൻ ബലം, സി വിസ്കോസിറ്റി, ഡി സമ്പർക്ക ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇനി 67-ാമത്തെ ക്വസ്റ്റ്യൻ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും കൂടിയാൽ ലഭിക്കുന്ന നിറം? എ മജന്ത, ബി മഞ്ഞ, സി സയൻ, ഡി നീല. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും കൂടിയാൽ ലഭിക്കുന്ന നിറം. 68-ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം? എ ടങ്സ്റ്റൺ, ബി മെർക്കുറി, സി ഇരുമ്പ്, ഡി ചെമ്പ്. ചെമ്പാണ്, അത് ചിമ്പുന്നായി പോയതാണ് കേട്ടോ, ചെമ്പാണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏത്? ഇനി 69-ാമത്തെ ക്വസ്റ്റ്യൻ. കൊളോയിഡിന് ഉദാഹരണമാണ് എ പാൽ, ബി നാരങ്ങ വെള്ളം, സി വിനാഗിരി, ഡി ജലം. താഴെ പറയുന്നവയിൽ കൊളോയിഡിന് ഉദാഹരണം ഏതാണ്? 69-ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 70-ാമത്തെ ക്വസ്റ്റ്യൻ. ഘനജലത്തിൽ അടങ്ങിയ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത്? ഘനജലത്തിൽ അടങ്ങിയ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത്? എ പ്രോട്ടിയം, ബി ഡ്യൂട്ടീരിയം, സി ട്രിഷ്യം, ഡി ടൈറ്റാൻ. ഘനജലത്തിലടങ്ങിയ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. ഇനി 71-ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രലക്ഷ ഏതിൻ്റെ സങ്കരയിനം വിത്തിനമാണ്? എ പയർ, ബി പച്ചമുളക്, സി തെങ്ങ്, ഡി കവുങ്ങ്. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ഏതിനമാണ്? 72-ാമത്തെ ക്വസ്റ്റ്യൻ. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ തേനീച്ച വളർത്തൽ, ബി മുയൽ വളർത്തൽ, സി കൂൺ വളർത്തൽ, ഡി പട്ടുനൂൽ പുഴു വളർത്തൽ. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73-ാമത്തെ ക്വസ്റ്റ്യൻ. നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? എ ബാക്ടീരിയ, ബി വൈറസ്, സി ഫംഗസ്, ഡി പ്രോട്ടസോവ. 74-ാമത്തെ ക്വസ്റ്റ്യൻ. കാനിസ് ഫെമിലിയാരിസ് ഏതു ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? കാനിസ് ഫെമിലിയാരിസ് ഏതു ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? എ കടുവ, ബി പട്ടി, സി പശു, ഡി പൂച്ച. 75-ാമത്തെ ക്വസ്റ്റ്യൻ. ഫലങ്ങൾ പൊഴിയുന്നതിന് കാരണമാകുന്ന സസ്യ ഹോർമോൺ? എ സൈറ്റോകൈനിൻ, ബി ഗിബ്ബറിലിൻ, സി ഓക്സിൻ, ഡി അബ്സിസിക് ആസിഡ്. ഫലങ്ങൾ പൊഴിയുന്നതിന് കാരണമാകുന്ന സസ്യ ഹോർമോൺ. 76-ാമത്തെ ക്വസ്റ്റ്യൻ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം? എ ആഗ്നേയരസം, ബി പിത്തരസം, സി ആന്ത്രരസം, ഡി ട്രിപ്സിൻ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം. 77-ാമത്തെ ക്വസ്റ്റ്യൻ. ടെറ്റനി എന്ന രോഗം ഏത് ഹോർമോൺ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ടെറ്റനി എന്ന രോഗം ഏത് ഹോർമോൺ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? എ ഗ്ലൂക്കഗോൺ, ബി തൈമോസിൻ, സി കാൽസിറ്റോണിൻ, ഡി പാരാതോർമോൺ. 78-ാമത്തെ ക്വസ്റ്റ്യൻ. മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം? മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം? എ ജീവകം എ, ബി ജീവകം ബി, സി ജീവകം ഡി, ഡി ജീവകം സി. 79-ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കാം. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? എ ലീവൻഹുക്ക്, ബി അലക്സാണ്ടർ ഫ്ലെമിംഗ്, സി ജോനാസ് ഇ സാൽക്ക്, ഡി ചാൾസ് ബെസ്റ്റ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? 80-ാമത്തെ ക്വസ്റ്റ്യൻ. അലുമിനിയം നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര്? എ ഹേബർ പ്രക്രിയ, ബി ഡൗൺസ് പ്രക്രിയ, സി ബോഷ് പ്രക്രിയ, ഡി ഹോൾ ഹെറാൾഡ് പ്രക്രിയ. അലുമിനിയം നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര്?
ഇനി 80 മുതൽ 100 വരെ 20 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. താഴെ പറയുന്ന പഠന സമ്പ്രദായങ്ങളിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം പ്രതിപാദിക്കാത്ത പഠന രീതി ഏത്? എ. കണ്ടെത്തൽ പഠനം, ബി. സംവാദാത്മക പഠനം, സി. സഹവർത്തിത പഠനം, ഡി. ചോദന പ്രതികരണ പഠനം. താഴെ പറയുന്ന പഠന സമ്പ്രദായങ്ങളിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം പ്രതിപാദിക്കാത്ത പഠന രീതി ഏത്? 82ാമത്തെ ക്വസ്റ്റ്യൻ. തൊണ്ടേക്ക് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ നിരവധി പഠന നിയമങ്ങൾ ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ തൊണ്ടേക്കിൻ്റെ പഠന നിയമത്തിൽ ഉൾപ്പെടാത്ത നിയമം ഏത്? എ. ഫലനിയമം, ബി. സന്നദ്ധതാ നിയമം, സി. ശ്രേണി പഠന നിയമം, ഡി. അഭ്യാസ നിയമം. 83ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് എ. ശ്രദ്ധ, ബി. ഉത്കണ്ഠ, സി. അഭിപ്രേരണ, ഡി. ഇവയെല്ലാമാണ്. താഴെ പറയുന്നവയിൽ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകം. 84ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ആരുടെ സിദ്ധാന്തമാണ് അത്? താഴെ പറയുന്നവയിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ആരുടെ സിദ്ധാന്തമാണ് അത്? എ. പാവ്ലോ, ബി. ബ്രൂണർ, സി. വൈഗോട്സ്കി, ഡി. പിയാഷെ. 85ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടി പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ കഴിയുന്ന നിലയ്ക്കും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലത്തിന് പറയുന്ന പേര്. എ. ബുദ്ധിമണ്ഡലം, ബി. വൈജ്ഞാനിക മണ്ഡലം, സി. സമീപസ്ഥ വികസന മണ്ഡലം, ഡി. ജീവമണ്ഡലം. കുട്ടിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ കഴിയുന്ന നിലയ്ക്കും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലത്തിന് പറയുന്ന പേര്. 86ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ മികച്ച കുട്ടി, ഒറ്റപ്പെട്ട കുട്ടി തുടങ്ങിയവ കണ്ടുപിടിക്കുന്നതിന് അധ്യാപകർ നടത്തുന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് എ. സാമൂഹ്യ ലേഖന രീതി, ബി. ഉപാഖ്യാന രീതി, സി. നിരീക്ഷണ രീതി, ഡി. സഞ്ചിത രേഖാ രീതി. ഒരു ക്ലാസ്സിലെ മികച്ച കുട്ടി, ഒറ്റപ്പെട്ട കുട്ടി തുടങ്ങിയവയെ കണ്ടുപിടിക്കുന്നതിന് അധ്യാപകൻ നടത്തുന്ന മനഃശാസ്ത്ര പഠന രീതി. 87ാമത്തെ ക്വസ്റ്റ്യൻ. ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ. കലാകാരികൾക്കുള്ള വിദ്യാഭ്യാസം, ബി. ഒരു പ്രത്യേക വിഷയത്തിനുള്ള പഠനം, സി. ശാരീരിക മാനസിക വെല്ലുവിളികൾ ഉള്ളവരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, ഡി. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. 88ാമത്തെ ക്വസ്റ്റ്യൻ. ടാഗോർ നിർമ്മിച്ച പ്രശസ്തമായ വിദ്യാലയത്തിൻ്റെ പേര്. എ. ഹരിത വിദ്യാലയം, ബി. ശാന്തിനികേതൻ, സി. ആത്മനിലയം, ഡി. വേദനിലയം. ടാഗോർ സ്ഥാപിച്ച പ്രശസ്തമായ വിദ്യാലയത്തിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ. 89ാമത്തെ ക്വസ്റ്റ്യൻ. മാതൃസമാജം വിദ്യാലയങ്ങളിൽ അനുഷ്ഠിക്കുന്ന ധർമ്മം. മാതൃസമാജം വിദ്യാലയങ്ങളിൽ അനുഷ്ഠിക്കുന്ന ധർമ്മം. എ. ഉച്ചഭക്ഷണ വിതരണ മേൽനോട്ടം, ബി. പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കൽ, സി. വിദ്യാലയത്തെയും വീടിനെയും പരസ്പരം ബന്ധിപ്പിക്കൽ, ഡി. ഗൃഹപാഠങ്ങൾ ചെയ്തുവെന്ന് ഉറപ്പാക്കൽ. മാതൃസമാജം വിദ്യാലയത്തിൽ അനുഷ്ഠിക്കുന്ന ധർമ്മം. അടുത്തത് 90ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന വ്യക്തിത്വ നിർണയ സവിശേഷതകളിൽ ആൽപോർട്ട് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. പ്രഭവ സവിശേഷത, ബി. ദ്വിതീയ സവിശേഷത, സി. കേന്ദ്ര സവിശേഷത, ഡി. മുഖ്യ സവിശേഷത. താഴെ പറയുന്ന വ്യക്തിത്വ നിർണയ സവിശേഷതകളിൽ ആൽപോർട്ട് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? അടുത്ത ക്വസ്റ്റ്യൻ. 91ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പഠന വൈകല്യമായി അറിയപ്പെടുന്നത് ഏത്? സാധാരണ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പഠന വൈകല്യമായി അറിയപ്പെടുന്നത് എ. ഡിലെക്സിയ, ബി. ഡിഫ്തീരിയ, സി. ഡിസെൻട്രി, ഡി. ഓട്ടിസം. സാധാരണ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പഠന വൈകല്യമായി അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിലെ എ ക്വസ്റ്റ്യൻ ഡിസ്ലെക്സിയാണ് കേട്ടോ. ഡിസ്ലെക്സിയ, ഡിഫ്തീരിയ, ഡിസെൻട്രി, ഓട്ടിസം. ഇതാണ് ഓപ്ഷൻസ്. താഴെ പറയുന്നവയിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനസ്സിനെക്കുറിച്ചുള്ള പഠനത്തിൽ മനസ്സിൻ്റെ അറകൾ എന്നതിൽ ഉൾപ്പെടാത്തത് ഏത്? 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
എ ഇത്, ബി ഈഗോ, സി പ്ലീഹ, ഡി സൂപ്പർ ഈഗോ. താഴെ പറയുന്നവയിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനസ്സിനെക്കുറിച്ചുള്ള പഠനത്തിൽ മനസ്സിൻ്റെ അറകൾ എന്നതിൽ ഉൾപ്പെടാത്തത് ഏത്? ഇനി 93-ാമത്തെ ക്വസ്റ്റ്യൻ, വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ. വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ. എ ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണം, ബി മാനസിക പ്രക്രിയകളോടുള്ള അവഗണന, സി ചേഷ്ടകൾക്ക് നൽകിയ പ്രാധാന്യം, ഡി ചോദക പ്രതികരണ ബന്ധം. വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ. അടുത്ത ക്വസ്റ്റ്യൻ 94-ാമത്തെ ക്വസ്റ്റ്യൻ, കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല. എ ചാലക വികാസം, ബി സാമൂഹിക വികാസം, സി നൈതിക വികാസം, ഡി വൈകാരിക വികാസം. കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല. ഇനി 95-ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിങ്ങിൻ്റെ ഉപജ്ഞാതാവ് ആര്? എ ജെറോം എസ് ബ്രൂണർ, ബി സിഗ്മണ്ട് ഫ്രോയിഡ്, സി ജെ ബി വാട്സൺ, ഡി ബി എഫ് സ്കിന്നർ. കണ്ടെത്തൽ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? 96-ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി സ്വന്തം കഴിവുകൾ മറ്റു വ്യക്തികളുടെ പേരിൽ ആരോപിക്കുന്നു. സ്വന്തം പിഴവുകൾ മറ്റു വ്യക്തികളുടെ പേരിൽ ആരോപിക്കുന്നു. ഈ സമായോജന രീതിയെ എന്തു പറയാം? നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി സ്വന്തം പിഴവുകൾ മറ്റു വ്യക്തികളുടെ പേരിൽ ആരോപിക്കുന്നു. ഈ സമായോജന രീതിയെ എന്തു പറയാം? എ നിഷേധം, ബി പ്രക്ഷേപണം, സി പരിപൂർത്തീകരണം, ഡി യുക്തീകരണം. അടുത്ത ക്വസ്റ്റ്യൻ 97-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അധ്യാപിക കുട്ടികൾക്ക് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ നൽകി ക്ലാസ് മുറിയിൽ ചർച്ച നടത്തുന്നു. കുട്ടികൾ നേടിയ വിവരങ്ങൾ അവരുടെ മുന്നറിവുമായി സംയോജിപ്പിച്ച് സമീകൃതാഹാരം എന്ന ആശയത്തെക്കുറിച്ച് ധാരണ നേടുന്നു. ഈ പഠന രീതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ അനുബന്ധന സിദ്ധാന്തം, ബി ശ്രമപരാജയ സിദ്ധാന്തം, സി അറിവ് നിർമ്മാണ പ്രക്രിയ, ഡി പ്രബലന സിദ്ധാന്തം. ഒരു അധ്യാപിക കുട്ടികൾക്ക് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ നൽകി ക്ലാസ് മുറിയിൽ ചർച്ച നടത്തുന്നു. കുട്ടികൾ നേടിയ വിവരങ്ങൾ അവരുടെ മുന്നറിവുമായി സംയോജിപ്പിച്ച് സമീകൃതാഹാരം എന്ന ആശയത്തെക്കുറിച്ച് ധാരണ നേടുന്നു. ഈ പഠന രീതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 98-ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റീഫൻ എം കോറി വികസിപ്പിച്ചെടുത്ത ഗവേഷണ രീതിയാണ് എ ഏകവ്യക്തി പഠനം, ബി ക്രിയാ ഗവേഷണം, സി അന്തർനിരീക്ഷണം, ഡി പരീക്ഷണ രീതി. അടുത്ത ക്വസ്റ്റ്യൻ 99-ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നവയിൽ ഏതാണ്? എ സ്വാംശീകരണം, ബി സംസ്ഥാപനം, സി അനുരൂപീകരണം, ഡി സംയോജനം. കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇനി 100-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടി വിവിധതരം മൃഗങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അവയെ വർഗീകരിക്കുന്നതിനും കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ആ കുട്ടിക്ക് ഏത് തരം ബുദ്ധിയാണുള്ളത്? എ ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ബി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, സി ആന്തരിക വൈയക്തിക ബുദ്ധി, ഡി പ്രകൃതിപരമായ ബുദ്ധി. ഒരു കുട്ടി വിവിധതരം മൃഗങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അവയെ വർഗീകരിക്കുന്നതിനും കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ആ കുട്ടിക്ക് ഏതുതരം ബുദ്ധിയാണ് ഉള്ളത്? ഇത്രയുമാണ് 100 ക്വസ്റ്റ്യൻസ്. 100 ക്വസ്റ്റ്യൻസ് എല്ലാവരും 75 മിനിറ്റിനുള്ളിൽ തന്നെ എഴുതി തീർക്കാൻ ശ്രമിക്കുക. അപ്പം ഇനി നമുക്ക് ഉത്തരങ്ങളാണ്. ഉത്തരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ആ വീഡിയോയിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പോയി നിങ്ങൾക്ക് ഉത്തരങ്ങൾ നോക്കാവുന്നതാണ്. ഉത്തരങ്ങൾ നോക്കിയ ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.